ഹായ് ഗൈസ്. ഞങ്ങൾ ഇന്നലെ അതിരടി കണ്ടു. ജെൻസി പിള്ളേർക്ക് കുറച്ചും കൂടി ഇഷ്ടം. 90s ആയതുകൊണ്ട് അല്ല 90s കണക്ട് ചെയ്യാനൊക്കെ പറ്റും. ഒരു കോളേജ് ലൈഫിന്റെ അന്തരീക്ഷത്തിലാണ് പടം. ഇപ്പോഴത്തെ കോളേജ് ലൈഫിന്റെ ഉള്ളിലുള്ള ആ ഒരു ലൈഫ് ഒന്നും കാണിക്കുന്നില്ല. പക്ഷെ കോളേജിലാണ് പടത്തിന്റെ പശ്ചാത്തലം. ടൊവിനോ, ബേസിൽ, റിയ, വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ ഇവരൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത്. നടൻ എന്നുള്ള രീതിയിൽ ബേസിൽ ജോസഫ്. ടൊവിനോ ആക്ച്വലി നെഗറ്റീവ് റോളാണ് ഇത്. ബേസിൽ ഒരു കോമഡി ഇതിൽ തുടങ്ങി ഒരു ഇമോഷണൽ രീതിയിൽ എൻഡ് ചെയ്യുന്ന ഒരു പടം. ടൊവിനോ വേറൊരു ഗെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. പിന്നെ അരുൺ അനിരുദ്ധനാണ് പടത്തിന്റെ ഡയറക്ടർ. മിന്നൽ മുരളിയുടെ പിന്നെ സ്ക്രിപ്റ്റ് പോലെ 2018 പടയോട്ടത്തിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്ത അരുൺ അനിരുദ്ധനാണ് പടം ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഡയറക്ഷൻ നന്നായിട്ടുണ്ട്. ഒരു ക്യാമിയോ വരുന്നുണ്ട്. എന്റെ മോനെ, പടത്തിന്റെ ബേസിലിനും ടൊവിനോയ്ക്കും കിട്ടാത്തൊരു സ്വീകാര്യതയാണ് അദ്ദേഹത്തിന് കിട്ടുക. ഒരു ചെറിയൊരു ഗസ്റ്റ് റോളേ ഉള്ളൂ. തിയേറ്റർ കുലുങ്ങായിരുന്നു. എന്താ നടക്കുന്നത്? ഓൾമോസ്റ്റ് എല്ലാവരും അറിഞ്ഞാണ്. കാരണം പേര് ഞങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ക്യൂരിയോസിറ്റി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഏറ്റവും നല്ലൊരു പെർഫോമൻസ് എന്ന് പറയുന്നത് വിനീതിന്റെ ഷാൻ റഹ്മാന്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് വിനീത് ഇഷ്ടംപോലെ സിനിമകളിൽ അഭിനയിച്ച് കഴിവ് തെളിയിച്ചൊരു പ്രതിഭയാണ്. പക്ഷെ ഷാൻ റഹ്മാൻ ഇനി ഇൻസ്റ്റന്റ് കോമഡികളൊക്കെയാണ് പുള്ളി ചെയ്യുന്നത്. ടപ് ടപ് എന്ന് പറഞ്ഞ കോമഡികളൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. റിയ നന്നായിട്ട് അഭിനയിച്ചു. റിയയുടെ ഫേസ് പിന്നെ ഒരു ജെൻസി ഫേസ് ആയതുകൊണ്ട് തന്നെ റിയനെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. സർവ്വമായിലെ നമ്മളെ ഡെലിലു ആണ് റിയ ആണ് ഇതിലെ ഹീറോയിൻ ആയിട്ട് അഭിനയിക്കുന്നത്. പിന്നെ ദർശനയ്ക്ക് ചെറിയൊരു ഗസ്റ്റ് റോളേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പറയാം, ബേസിന്റെ കൂട്ടുകാരനായിട്ട് അഭിനയിച്ച ഒരു ഫ്രണ്ട് നന്നായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ അവസാനത്തെ ഒരു 3/4 മണിക്കൂർ പടം ഗംഭീരമാണ്. സെക്കൻഡ് ഹാഫിലാണ് പടം മൊത്തം ഇരിക്കുന്നത്. ഓവർ എക്സ്പെക്ടേഷൻ വെച്ചിട്ട് പോയി എന്റർടൈനർ ആയിട്ട് പോയി കണ്ടാൽ മതി. വൺ ടൈം വാച്ചബിൾ ആണ് പടം. അവസാനം ക്ലൈമാക്സിലേക്ക് അടക്കുമ്പോൾ പടം കുറച്ചുകൂടെ നല്ലതാണ്. പടത്തിന്റെ ടോട്ടലി സിനിമാറ്റോഗ്രാഫി ആണെച്ചാലും സ്ക്രിപ്റ്റ് ആണെച്ചാലും പടത്തിന്റെ മേക്കിംഗ് ആണെച്ചാലും എല്ലാം ഒന്ന് വേറിട്ട് നിൽക്കുന്ന തന്നെയായിരുന്നു. ഒരു പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സ്ക്രിപ്റ്റിംഗ് മുതൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വരെ എത്ര കഷ്ടപ്പാടിലാണ് ഒരു പടം എടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പടങ്ങളെ നമ്മൾ അനാവശ്യമായി ചീത്തതാണെന്ന് പറഞ്ഞിട്ട് തള്ളരുത്. നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. വെക്കേഷനിൽ എല്ലാവർക്കും കാണാം. പ്രത്യേകിച്ച് കാണാം. ഫാമിലി ആയിട്ട് പോയി കാണാം. എല്ലാരും പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് അറിയാം. പിന്നെ അടുത്ത ദൃശ്യം 3. ഓക്കെ, ബൈ.